ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇവിടെ ഒരു ബോട്ടിംഗ് പോയാലോ എന്ന ഡിസ്കഷനിലാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ചെറായിൽ. അപ്പൊ നമ്മൾ രാവിലെ തന്നെ ചെറായി ബീച്ചിലേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. കടലിലെ കുളിയെ കഴിഞ്ഞ് ഒരു ചൂട് ചായയും ബജിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഒരു 8-9 മണിയായി കാണും. നോക്കിയപ്പോ അത്ര വലിയ വെയിലൊന്നും ഇല്ലല്ലോ, നല്ല ക്ലൗഡി ഡേ അല്ലേ. എന്നാ പിന്നെ ഒരു ബോട്ടിംഗ് ആയാലോ എന്നായി. അങ്ങനെ ഞങ്ങൾ അവിടെ കണ്ട 2 ചേട്ടന്മാരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, റേറ്റ് ഒക്കെ അറിയുന്നു, നമ്മൾ ബോട്ടിലേക്ക് ചാടി കയറുന്നു. റേറ്റ് ഒക്കെ അന്വേഷിച്ചപ്പോ നമുക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നി. ഓൾമോസ്റ്റ് 8 മെമ്പേഴ്സ് വരുന്ന ഒരു ഫാമിലിക്ക് വരെ 1 ഹവറിന് 1200 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. പ്രത്യേകിച്ച് അനുഷ്ക. സ്കൂൾ ഹോളിഡേസ് ഒക്കെ നടക്കുകയായിരുന്നല്ലോ. ബാംഗ്ലൂരിൽ തിരിച്ചെത്തി കഴിയുമ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അയല് കാണുമ്പോൾ ഒരു അല്പം വലുതാണെങ്കിലും ആഴ്ച വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരാളുടെ അര വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ശാന്തമായിട്ട് 1 മണിക്കൂർ നമുക്കിവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മളുടെ വള്ളം തുഴയുന്ന ചേട്ടനാണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഞാനും ഒന്ന് തുഴഞ്ഞൊക്കെ നോക്കി. അനുഷ്കക്കും തുഴയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് അനുഷ്കയും തുഴഞ്ഞൊക്കെ നോക്കി. പിന്നെ നമുക്ക് ബാലൻസിന് വലിയ കുഴപ്പം തോന്നിയില്ല. കാരണം ഒരുപാട് വലിയ ബോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബാലൻസിന് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടോ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് തുഴയുന്നത്? എന്തായാലും തുഴയണം. എന്നാ പിന്നെ 2 ഫോട്ടോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കണം. നിപ്പാണ് കണ്ടത്, കൊച്ചു കൊള്ളൻ. അങ്ങനെ തുഴഞ്ഞു ഞങ്ങൾ കായലിന്റെ നടുഭാഗത്ത് എത്തിയോ ഗൈസ്. ഞങ്ങൾ തുഴഞ്ഞിട്ടല്ല, ആ ചേട്ടൻ തുഴഞ്ഞിട്ടോ. നമ്മളിങ്ങനെ ഇവിടെ വന്നിട്ട് ചുമ്മാ ഇരുന്നിങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയല്ലേ. അനുഷ്ക നല്ല കാര്യമായിട്ടിരുന്ന് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ആ ചേട്ടൻ പറയാ കൊച്ചിനെ നോക്കിക്കൊള്ളേന്ന്. ഈ ഷോട്ടൊക്കെ എടുക്കണടുത്ത് ഞാൻ അനുഷ്കയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നത്. ഞാനൊരു കൈ കൊണ്ട് അനുഷ്കയുടെ ടീഷർട്ടിൽ ഇങ്ങനെ പിടിച്ചെടുക്കണുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കണേ എന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ നേരത്ത് കൈവിടുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. കാരണം അവർക്കറിയില്ലല്ലോ, അവർ വെള്ളമൊക്കെ ആണെങ്കിൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. കുട്ടികൾക്ക് എല്ലാവർക്കും വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ കളിച്ചോട്ടെ, പക്ഷെ നമ്മൾ എപ്പോഴും നല്ല ശ്രദ്ധ വേണം കേട്ടോ. പിന്നെ നമ്മൾ കുറേ ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നു. 1 മണിക്കൂർ അങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ വെതർ കൊള്ളാട്ടോ. അല്ലെങ്കിൽ ഭയങ്കര വേലൊക്കെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ യൂത്ത്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നല്ല ഷോർട്സ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അമൃതയുടെ ഇതുപോലെ തന്നെ ഇരുന്ന് കുറെ ഫോട്ടോനൊക്കെ പോസ്റ്റ് ചെയ്തു. നിഷ്ക ആണെങ്കിൽ കാലൊക്കെ പുറത്തിട്ടിരുന്ന് കുറെ എൻജോയ് ചെയ്തു. പിന്നെ അധികം വലിയ താഴ്ച ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. അപ്പോൾ നിഷ്കയും ചോദിച്ചു തുടങ്ങി കുറെ ഫോട്ടോസ് എടുക്കണം, ഫ്രണ്ട്സിനെ കാണിക്കണം എന്നുള്ളതൊക്കെ കാണിച്ച് ഡിമാൻഡുകൾ തുടങ്ങി. പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ കാണാൻ പറ്റും. ചെറായി ബീച്ചിൽ ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ തന്നെയാണ്. ബീച്ചിലോട്ട് മാത്രം ഫേസിംഗ് ആയിട്ടുള്ള റിസോർട്ടുകളല്ലാതെ കായലിലോട്ട് ഫേസ് ചെയ്യണ റിസോർട്ടുകളും ധാരാളം ഉണ്ട് ഇവിടെ. നമുക്കിവിടെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാം ആൾക്കാരൊക്കെ ഇന്ന് ചൂണ്ടിയിടുന്നതും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അനുഷ്കയാണെങ്കിൽ ബാംഗ്ലൂർ സ്കൂളിലെ കഥകളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഓൾമോസ്റ്റ് ഒരു നല്ല ഫാമിലി ടൈമിന് പറ്റിയ ഒരു ട്രിപ്പായിട്ട് തോന്നി. ഈ 1 ഹവർ നമുക്ക് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. 1 മണിക്കൂർ എങ്ങനെ പോയത് നമുക്ക് തന്നെ അറിയില്ല. അത് ശരിയാണ് കേട്ടോ. പാട്ടും തമാശകളും വർത്തമാനമൊക്കെ കേട്ട് 1 മണിക്കൂർ ചുമ്മാ അങ്ങോട്ട് പോയി. ഈ പാട്ട് കേട്ടു എന്ന് പറയുന്നത് ബോട്ടിലുണ്ടായ ഫെസിലിറ്റി അല്ല, നമ്മൾ നമ്മുടെ ഫോണിൽ തന്നെ പാട്ട് പഠിച്ചതാണ്. അല്ലെങ്കിലും പാട്ടൊക്കെ വേണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് അവിടെ കായലിലെ കാഴ്ചകൾ തന്നെ ഒരുപാടുണ്ട് കാണാൻ. പക്ഷെ കുട്ടികൾക്ക് അതത്ര സെറ്റ് ആവണമെന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് ബോഡി കണ്ടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പാട്ട് കേട്ടോടെ തന്നെ അവരിങ്ങനെ ജില്ല് നിന്നോളൂ. അപ്പോൾ അങ്ങനെ കായലിലെ കാഴ്ചകളെ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ സമയം പോയത് അറിഞ്ഞില്ല. പക്ഷേ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇങ്ങനൊരു പ്ലാൻ നമുക്ക് മനസ്സിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കരുതിയാണ് കേട്ടോ. നമ്മൾ ഈ ഇച്ചടപെടുന്ന തീരുമാനം എടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇതാണെന്നും വേണമെങ്കിൽ പറയാം. പക്ഷേ ദർ ഈസ് നോ ഗെയിൻ വിത്തൗട്ട് എനി പെയിൻ എന്നുള്ള പ്രമാണം. എന്ത് വേണ്ടെന്നേരം നല്ലപോലെ വിശക്കണ്ടായിരുന്നു. അപ്പോൾ ബീച്ചിൽ നിന്ന് നമ്മൾ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയൊക്കെ വാങ്ങിച്ചു നോക്കിയായിരുന്നു കേട്ടോ. അതിങ്ങനെ ചെറിയൊരു പാക്കറ്റിൽ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഒന്നും കഴിക്കാണ്ടാണ് ബീച്ചിലോട്ട് പോയത്. അപ്പോൾ വെറും വയറ്റിൽ ഇത് ആർക്കും കഴിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശപ്പിന്റെ വിളി കാരണം ജസ്റ്റ് 1-2 കുഞ്ഞു കടിയൊക്കെ ഒന്ന് കടിച്ചു നോക്കി. പിന്നെ ആകെയുള്ള സമാധാനം ഇതേപോലെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടുക എന്നുള്ളതായിരുന്നു. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പോഴെങ്കിലൊക്കെ നിങ്ങളും പ്ലാൻ ചെയ്യുന്നേ ഇങ്ങനെ ഒരു ബോട്ടിങ്. അത് ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അടിപൊളിയായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ വെയിൽ അധികം ഇല്ലാത്ത സമയം നോക്കി വരിക. ഞങ്ങളിപ്പോൾ രാവിലെയാണല്ലോ വന്നത്. പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ 10 മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു സമയത്തും അങ്ങനെ വെയിലില്ല, കാരണം അന്നത്തെ വെതർ അങ്ങനെയായിരുന്നു. അപ്പം നിങ്ങൾ വരുമ്പോഴും ഒരു ഈവനിങ് ടൈമിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല കളർഫുൾ ആയിട്ടുള്ള സ്കൈയും നല്ല ഫോട്ടോസും കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഫോട്ടോ വീഡിയോ മാത്രമല്ലല്ലോ ലൈഫ് അല്ലേ. നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും നമ്മൾ മിസ്സാക്കാണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഈ ബോട്ടിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഈ ഒരു ബോട്ടിംഗ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുന്നേ. ഓൾറെഡി ബോട്ടിംഗ് പോയവർക്കും കമൻറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിച്ചു പൊളിക്കുക. ഇനി അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.